ഏപ്രിൽ 3, 2005 അതൊരു ഞായറാഴ്ചയായിരുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിടവാങ്ങിയ ദിനം. കൃഷ്ണൻകോട്ട ക്രിസ്തുരാജ ദേവാലയത്തിലെ അൾത്താരയ്ക്ക് മുൻപിൽ മുട്ടുകുത്തി നിന്ന ആ 7 വയസ്സുകാരൻ്റെ മനസ്സിൽ ഒരു വലിയ അനുരാഗം ജനിച്ചു. അവൻ മോഹിച്ചതും പ്രണയിച്ചതും പട്ടുവസ്ത്രങ്ങൾ ധരിച്ച ബലിയർപ്പിക്കാൻ വരുന്ന പുരോഹിതനെയോ പട്ടുവസ്ത്രത്തെയോ അല്ലായിരുന്നു. മറിച്ച് ആ പുരോഹിതൻ്റെ നിർമ്മലമായ കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ച അപ്പകഷ്ണത്തെ ആയിരുന്നു. ആ അപ്പം വെറുമൊരു അപ്പമല്ല, മറിച്ച് സകലത്തിൻ്റെയും ഉടയവനും കർത്താവുമായ ദൈവമാണെന്ന് അവൻ്റെ അപ്പൻ പഠിപ്പിച്ചിരുന്നു. അന്നു മുതൽ അവിടുത്തെ സ്വീകരിക്കുവാൻ അവൻ തന്നെ ഒരുക്കി തുടങ്ങി. പതിയെ അതൊരു തീവ്ര പ്രണയമായി മാറി. ദിവസവും അതിരാവിലെ 5:30 അവൻ ഉണരുന്നത് തൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്ന രക്ഷകനായ ദൈവത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി മാത്രമായിരുന്നു. അവിടുത്തെ കാണാതെ ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് അവൻ്റെ ഹൃദയം തിരിച്ചറിഞ്ഞു. ഓരോ കുർബാനയിലും എല്ലാവരുടെയും നാവുകളിലേക്ക് അവിടുന്ന് ഇറങ്ങിച്ചെല്ലുന്നത് അവൻ കൊതിയോടെ നോക്കി നിന്നു. ഒടുവിൽ 9-ാം വയസ്സിൽ അവനും ആ ഭാഗ്യം കൈവന്നു. പൂർണ്ണമായ ഒരുക്കത്തോടെ ആദ്യ കുമ്പസാരത്തിന് ശേഷം അവിടുത്തെ സ്വീകരിക്കാൻ ഒരുങ്ങിയ ആ ഞായറാഴ്ച മെയ് 26, 2007 അവൻ്റെ അപ്പൻ അവനോട് പറഞ്ഞു, മോനെ, ഇതാണ് നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. സകലത്തിൻ്റെയും രാജാവായ ക്രിസ്തുരാജൻ, ലോകത്തിൻ്റെ രക്ഷകൻ, ഇതാ നിൻ്റെ ഹൃദയത്തിലേക്ക് വരുന്ന അതിമനോഹരമായ ദിവസവും നിമിഷവുമാണ്. അതുകൊണ്ട് ഇത് നീ എപ്പോഴും ഓർക്കുക. ലോകത്തിൽ ആരെല്ലാം നിന്നെ മറന്നാലും ഉപേക്ഷിച്ചാലും നിന്നെ ഒരിക്കലും മറക്കാതെ സംരക്ഷിക്കുന്ന, നിനക്കായി കൊതിയോടെ കാത്തു നിൽക്കുന്ന ഒരു അപ്പൻ നിനക്കുണ്ട്. അത് ഞാനല്ല. ഒരു പക്ഷേ ജീവിതയാത്രയിൽ ഞാനും നിന്നെ കൈവിട്ടേക്കാം, എന്നാൽ അവിടുന്ന് നിന്നെ ഒരിക്കലും കൈവിടില്ല. ഏതു അവസ്ഥയിലും അവിടുന്ന് നിനക്ക് തുണയാകും. അതുകൊണ്ട് ഇന്ന് നീ സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യനാഥനോട് സംസാരിക്കണം. അവിടുത്തെ സ്നേഹം നീ തിരിച്ചറിയണം. ദൈവം സ്നേഹമാണെന്ന് വിശ്വസിക്കാൻ ആ കൊച്ചുബാലന് ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. കാരണം അവൻ്റെ അപ്പൻ അവന് എന്നും സ്നേഹത്തിൻ്റെ പ്രതീകമായിരുന്നു. അപ്പൻ പരിചയപ്പെടുത്തിയ ആ വലിയ സ്നേഹത്തെ അവൻ പൂർണ്ണ വിശ്വാസത്തോടും ബോധ്യത്തോടെയും സ്വീകരിച്ചു. പിന്നീട് അവൻ അൾത്താരബാലനായി ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. രാജാതിരാജനായ ഈശോയെ ബലിപീഠത്തിൽ ധൂപത്താൽ ശുശ്രൂഷിക്കുന്നത് അവന് ഏറ്റവും പ്രിയപ്പെട്ട കാര്യമായി മാറി. സെമിനാരിയിൽ ചേരുന്നതുവരെ അവൻ വിശ്വസ്തയോടെ ആ ശുശ്രൂഷ തുടർന്നു. എന്നെങ്കിലും ഒരിക്കൽ തൻ്റെ കരങ്ങളാൽ ദിവ്യകാരുണ്യനാഥനെ ലോകത്തിനു മുൻപിൽ ഉയർത്താൻ കഴിയുമെന്ന് അവൻ സ്വപ്നം കണ്ടു. ഞാൻ സ്വപ്നം കണ്ടു.